ഹലോ. നമ്മൾ വെക്കേഷൻ ടൈമാണല്ലേ ഇപ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് കഴ്സീവ് റൈറ്റിംഗ് പഠിക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ LKG അല്ലെ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ കഴ്സീവ് റൈറ്റിംഗ് കൂടി പഠിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്മോൾ ലെറ്റർ എ എഴുതാൻ എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കഴ്സീവ് എങ്ങനെ എഴുതാൻ നോക്കാം. ആദ്യം നമ്മൾ ഒരു ചെറിയ ഒരു ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നേരെ എയിലേക്ക് പോവാണ് ചെയ്യുക. കണ്ടോ, ഈ ഒരു രീതിയാണ് നമ്മൾ നോക്കുക കേട്ടോ. അപ്പോൾ എ എഴുതേണ്ട ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ എ എഴുതുക. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു കുഞ്ഞു ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അടുത്ത ലെറ്റർ എഴുതുമ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യാണ്, ബ്രിഡ്ജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേസി ലെറ്റർ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ കേസ് ലെറ്റർ എ നമുക്ക് ഇന്ന് പഠിക്കാം. നെക്സ്റ്റ് ഡേയ്സിൽ എല്ലാ ലെറ്റേഴ്സും ഓരോ ലെറ്റേഴ്സായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വേർഡ് എഴുതുമ്പോൾ എങ്ങനെയാണ് അതുമായിട്ട് മിക്സ് ആയി പോകണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാറ്റാണ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ സി എഴുതുക. സിയുടെ കൂടെ കണ്ടോ എ എഴുതിയപ്പോൾ സിയുടെ കൂടെ ഇങ്ങോട്ട് മിക്സ് ആയിട്ട് നമ്മൾ എഴുതിപ്പോയി അല്ലേ. അതുമായിട്ട് അങ്ങനെ എന്താണ് യോജിച്ച് പോയില്ലേ, ജോയിൻ ആയി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ജോയിൻ ആയിട്ട് എഴുതാനാണ്. കൈ എടുക്കില്ല കേട്ടോ. കൈ എടുക്കാണ്ടാണ് നമ്മൾ കേസി ലെറ്റർ എഴുതാം.